will be giving the returns to you. നമുക്ക് മനുഷ്യൻ തരുന്നത് പോലെയല്ല ദൈവം തരുന്ന പ്രതിഫലം. The returns given by God is not like of that human beings give to us. അത് വലിയ നിലവാരമുള്ള പ്രതിഫലമാണ് ദൈവം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. The returns that God gives to us have a great status. Praise the Lord. ദൈവത്തിന്റെ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. Glory to God. ഇന്നും ദൈവവചനം നിങ്ങളോട് പറയുവാൻ ദൈവം ഞങ്ങൾക്ക് തന്ന നല്ല ഭാഗ്യത്തിനാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. We praise God for giving us an opportunity tonight to learn His scriptures. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം തന്ന നല്ലൊരു ഭാഗ്യമായി ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ശുശ്രൂഷയെ കാണുന്നു. We see it as a great gift given by God. ഞങ്ങളെക്കാളും കഴിവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള ഒത്തിരി പേരുണ്ടായിരുന്നിട്ടും അതിലുപരി ദൈവം ഞങ്ങളെ ഈ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. God is using us regardless of our education, our worthiness, even if there are a lot of people who are better than us. അതുപോലെ തന്നെ ദൈവവചനം കേൾക്കുവാൻ കടന്ന ദൈവമക്കളെ നിങ്ങളും ഭാഗ്യമുള്ളവരാണ്. കർത്താവിൻ്റെ വചനം നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത്, പഠിക്കുവാൻ കഴിയുന്നത് ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളും ദിവസങ്ങളുമാണ്. Like that we believe that you are also chosen to learn His scriptures tonight, even if you are not worthy, and you are given a chance to learn it and get something from the word tonight. ഈ ഭാഗ്യകരമായ പദവിയിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. We welcome you all again to this great opportunity. വിശുദ്ധ മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം ഇപ്രകാരം വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. Matthew chapter 21 verse 2 says that, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും, അവയെ അഴിച്ചുകൊണ്ട് വരുവിൻ. Go into the village that is over against you, and straightway ye shall find an ass tied, and a colt with her. Loose them and bring them unto me. പ്രവാചകന്മാരിലൂടെ ദൈവം അരുളി ചെയ്ത ഒരു പ്രവചന നിവർത്തീകരണത്തിൻ്റെ ഭാഗമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. What we have read here is a fulfillment of prophecies which was prophesied by the prophets in the Old Testament. മത്തായി 21:4 വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സിയോൻ പുത്രിയോട് ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന ആ പ്രവചനമാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. It is the fulfillment of the words that now this is come to pass, that it might be fulfilled which was spoken through the prophet, saying, Tell ye the daughter of Zion, behold the king cometh unto thee, meek and riding upon an ass, and upon a colt, the foal of an ass. കർത്താവിന് സഞ്ചരിക്കുവാൻ ഒരു വാഹനമൃഗം ആവശ്യമായി വന്നു. There was a need for Jesus to travel. പ്രത്യേകിച്ച് അതൊരു പ്രവചനത്തിൻ്റെ നിവർത്തീകരണത്തിൻ്റെ ഭാഗമാണ്. And especially it is a fulfillment of a promise. അന്നത്തെ കാലഘട്ടത്തിൽ കുതിര വളരെ വേഗതയുള്ള ഒരു വാഹനമായിരുന്നു, പക്ഷെ കഴുത വളരെ വേഗത കുറഞ്ഞതായിരുന്നു. At that time, horse was considered as faster, and the ass was considered as not much to a good fairly speed one. സാധാരണ മനുഷ്യൻ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം ഏറ്റവും ഹീനമായതിനെ തിരഞ്ഞെടുക്കാറുണ്ട്. When people or common people selects the best among them, but God chooses the least. കഴുത അന്ന് വെറുക്കപ്പെട്ട ഒരു മൃഗമായിരുന്നു. Ass was considered as a hateful animal at that time. കഴുത ആർക്കും വേണ്ടാത്ത ഒരു മൃഗമായിരുന്നു. And ass was having no demand at that time. പ്രത്യേകിച്ച് അത് ബുദ്ധിയില്ലാത്തത് എന്നാണ് അതിനെക്കുറിച്ച് പറയാറുള്ളത്. Especially they used to describe it as brainless. അത് മടിയൻ എന്നാണ് പറയാറുള്ളത്. At that time they used to say that an ass is a lame animal. മാത്രമല്ല പട്ടണ കവാടത്തിങ്കൽ യെരൂശലേം ദൈവാലയത്തിൽ ഇതിനെ കൊണ്ടിടുമ്പോൾ ആരെങ്കിലും അതിനെ ഏറ്റെടുത്തില്ലെങ്കിൽ അതിനെ കഴുത്തൊടിച്ച് കൊല്ലണമെന്നായിരുന്നു അന്നത്തെ വ്യവസ്ഥ. At that time there was a deal that if an ass was given to the Jerusalem and nobody is there to take him or her, then its neck should be broken and to put it into the death. അങ്ങനെ മരണത്തിന്റെ വക്കിൽ കിടക്കുന്ന കഴുത്തൊടിഞ്ഞ് മരിക്കേണ്ടുന്ന സ്ഥിതിയിൽ കിടക്കുന്ന ഒരു കഴുതയെ അയൽ ഗ്രാമത്തിൽ നിന്ന് യേശു കാണുകയാണ്. Likewise here Jesus is seeing an ass which was going to die by breaking his
or her neck. ആ സമയത്തിൽ യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് ചെല്ലുവിൻ എന്ന് പറയുന്നു. At that time, Jesus called his disciples and told them to travel to the village that was against them. അവിടെ ഒരു പെൺകഴുതയെയും ഒരു കുഞ്ഞിനെയും നിങ്ങൾക്ക് കാണാൻ കഴിയും. He told to them that you will see a female ass and a little ass there. ആ വാക്കിന്റെ പിന്നിലൊന്നുണ്ട്, അങ്ങ് അകലെയുള്ള പെൺകഴുതയെയും കുഞ്ഞിനെയും യേശു നേരത്തെ അറിഞ്ഞിരുന്നു, കണ്ടിരുന്നു. From that we can understand that Jesus saw both those asses from far away. ആരെങ്കിലും വല്ലതും ചോദിക്കുന്നുവെങ്കിൽ എൻ്റെ ഗുരുവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുവിൻ എന്ന് അവരെ പറഞ്ഞ് തരപ്പെടുത്തി. He insisted them that if somebody is asking you about why you are taking this ass, then he insisted that you should tell to them that our Rabbi or Guru needs it. ആർക്കും വേണ്ടാത്ത കഴുതയെയും കുഞ്ഞിനെയും യേശു രക്ഷിക്കുന്ന ഒരു ഭാഗമാണിത്. Here it is a part where Jesus is saving an ass who was not demanded by anyone. എത്ര വിദൂരത്തിലാണെങ്കിലും യേശുവിനെ ചിലതിനെ കാണാൻ കഴിയും. No matter how far certain things are, Jesus can see them. മനുഷ്യരുടെ സാഹചര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. നമ്മൾ എത്ര വിദൂരത്തിലാണ് ആശങ്കയിലും കഷ്ടതയിലുമാണെങ്കിലും യേശുവിനത് കാണാൻ കഴിയും. The life of human beings are also like that. Even if we are a lot far away from Jesus, he can see us. ദൈവം നിങ്ങളെ കണ്ടതുകൊണ്ടാണ് നിങ്ങളുടെ അടുക്കലേക്ക് തൻ്റെ ശിഷ്യന്മാരെ ചിലരെ അയക്കാൻ കാരണമായത്. As God has seen you, he has sent some of his disciples to you. യേശുവിന് ആ കഴുതയെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി വിടുകയാണ്. Here Jesus is making them aware that he needs it. ആകയാൽ കർത്താവിന് നിങ്ങളെ ആരെയൊക്കെയോ ആവശ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ അടുക്കൽ ചില ഭക്തന്മാരെ പറഞ്ഞു വിട്ടത്. Therefore, as God is needing you, he has sent some of his disciples unto you. ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ഒരാൾ കൂട്ടായ്മയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞുവെങ്കിൽ, if somebody has unexpectedly informed you about fellowship, യേശു നിങ്ങളെ കണ്ടതുകൊണ്ടാണ്. it is because Jesus saw you. യേശു നിങ്ങളെ അന്വേഷിച്ചു എന്നാണ് അർത്ഥം. It means that Jesus has searched for you. ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടുകാരോ വേണ്ടപ്പെട്ടവരോ കൂട്ടായ്മയെക്കുറിച്ച് ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ വെറുതെ തള്ളിക്കളയാനിടയാകരുത്. Don't reject if some of your friends or relatives are introducing about a fellowship. പക്ഷേ ആരൊക്കെയോ ചിലർ ചോദിക്കും ഇതിനെ നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതിനെക്കുറിച്ച്. But some people will ask you that where are you getting it to? സമയത്ത് നിങ്ങൾക്ക് പറയാൻ കഴിയണം യേശുവിന് ഇവയെ കൊണ്ട് ആവശ്യമുണ്ട്, യേശുവിന് എന്നെ വേണം എന്ന്. At that time you should say that Jesus is having a purpose with this. I have to go. കർത്താവ് നിങ്ങളെ അന്വേഷിച്ചാൽ അത് ഭാഗ്യകരമായ ഒരു പദവിയാണ്. If Jesus is searching for you, then it is a great opportunity. യേശു കഴുതയെ മാത്രമല്ല ആ കുട്ടിയെയും കൊണ്ടുവരണമെന്നാണ് അവിടെ ആവശ്യപ്പെട്ടത്. Jesus asked not only to get that elder ass, with that he has also demanded to get that child also. കർത്താവ് നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങൾ ദൈവസഭയ്ക്കകത്ത് കൊണ്ടുപോകാൻ മറക്കരുത്. When God calls you, don't forget to bring your children too. നിങ്ങളുടെ മക്കളെയും കർത്താവിന് ആവശ്യമാണ്. Jesus also need your children. നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും യേശുവിന് ആവശ്യമാണ്. Jesus need everybody in your family. നമ്മൾ കുടുംബം ഒന്നടങ്കം സന്തോഷിക്കണം എന്നാണ് ദൈവത്തിന്റെ ഹിതം. God's will is to make a whole family happy. ഒരു വ്യക്തി യേശുവിനെ അറിയുന്നുവെങ്കിൽ അതിന്റെ പിന്നാലെ ആ കുടുംബത്തിലേക്കും ദൈവസ്നേഹം വ്യാപരിക്കും. When a person in a family is knowing the love, that means that there is a flow of love to all people in that family. രാജഭൃത്യൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ ആ കുടുംബത്തിലേക്കും വിശ്വാസം വ്യാപരിച്ചു. When an official of king believed in Jesus, that belief was flown to all the people in that home. കാരാഗ്രഹ പ്രമാണി അപ്പോസ്തലന്മാർ പറഞ്ഞത് ഏറ്റപ്പോൾ ആ വീടടക്കം അവർ രക്ഷിക്കപ്പെട്ടു, ആനന്ദിച്ചു. When the jail warden accepted Christ, the whole family, the entire family also accepted എപ്പോഴും Jesus. യേശു നമ്മുടെ വീട്ടിലേക്ക് നമ്മിലേക്ക് വരുമ്പോൾ നമ്മളെ വീടടക്കം ആനന്ദിക്കുവാൻ കഴിയുമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്.
It is very important that when Jesus come to a person in a family, it means that the joy is coming and to entire family. പ്രാരംഭത്തിൽ ഒരു വ്യക്തിയായിരിക്കാം ഒരുപക്ഷെ ദൈവത്തിൻ്റെ അടുക്കൽ എത്തുന്നത്. At first, maybe a single person may be coming to Jesus, പിന്നാലെ ആ കുടുംബത്തിലുള്ള എല്ലാവരും യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വന്നെത്തും. but later everybody of that family will come to the love of Christ. അനുസരണയോടെ ശിഷ്യന്മാർ അവർക്കെതിരെയുള്ള ഗ്രാമത്തിലേക്ക് പോയി. The disciples went to the next village with a great obedience. അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ശിഷ്യന്മാർ പുറപ്പെട്ട് യേശു കൽപ്പിച്ചത് പോലെ ചെയ്തു. In the 6th verse, it is written that, and the disciples went and did even as Jesus appointed them. യേശുവിൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് വീണാൽ ഞങ്ങൾ അപ്പോൾ അത് ചെയ്യാം എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചത്. The disciples followed Jesus with such a mind that we are ready to obey everything, even if a small word that is given by Jesus. യേശു എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ മതിയായിരുന്നു. They were in such a condition that we just need something to hear from Jesus. യേശു എന്തെങ്കിലും ഒരു ജോലി എന്നെ ഏൽപ്പിച്ചെങ്കിൽ മതിയായിരുന്നു. It will be so good if Jesus will appoint me to do something. എന്തെങ്കിലും ഒരു വർക്ക് യേശു എനിക്ക് തന്നെങ്കിൽ മതിയായിരുന്നു. I'll be so delighted if Jesus gives some work to me. ആ ഒരു മനോഭാവത്തോടെയാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ പുറകെ നടന്നത്. That was how the disciples followed Jesus. അതവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, യേശുവിനെ ഞങ്ങൾ അനുസരിച്ചാൽ അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമാകുമെന്ന്. Because they were sure that if they obey Jesus, it will be a reason for their blessing in their life. ഖാനായിലെ കല്യാണ വീട്ടിൽ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞപ്പോൾ അവർ വക്കോളം നിറച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. In the wedding home at Cana, it is written that those people filled those stone jars to the edge when they hear the command from Jesus. എവിടെ യേശു അത്ഭുതങ്ങൾ ചെയ്തോ അവിടെ അനുസരിക്കാൻ കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. Wherever we can see a miracle, there are a lot of people there to obey Jesus. യേശുവിനെ അനുസരിക്കാൻ ഒത്തിരി പേർ വില്ലിങ് ആയിരുന്നു. A lot of people were willing to obey Jesus. ഇവിടെയും കഴുത അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കഴുത ബുദ്ധിഹീനമായതാണ്, വൃത്തികേടുള്ളതാണ്, അത് മോശമാണ്, അത് ആ മെയിൻ റോഡിലൂടെ കൊണ്ടുവരാൻ നാണക്കേടാണ്, ഇതൊന്നും അവർ പറഞ്ഞില്ല. യേശു പറഞ്ഞ ഞങ്ങൾ ഏത് ജോലിയും ചെയ്യാൻ വില്ലിങ്ങാണ്. Here they didn't complain that as is dirty, as is not a good animal, how can we get in to here through traveling through the main road? It is not possible. They didn't complain like that. They were obedient to the command of Jesus. ഞങ്ങളുടെ ഗുരുവിന് ആ കഴുതപ്പുറത്ത് കയറാൻ മനസ്സുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്കതിനെ നടത്തിക്കൊണ്ടുവന്നുകൂടാ? Their thoughts were in such a condition that if our Guru is able to travel on that ass, then why can't we get that ass to here? സഹോദരങ്ങളെ, കർത്താവ് നമ്മെ എന്തെങ്കിലും ഒരു ജോലി ഏൽപ്പിച്ചുവെങ്കിൽ അതൊരു ഭാഗ്യകരമായ പദവിയായി കാണണം. Dear children of God, if God has given you some special task, you should see it as a great opportunity. ചിലപ്പോൾ ഇച്ചിരി വലിയ നിലവാരമുള്ളതായിരിക്കാം, ചിലപ്പോൾ ഇച്ചിരി നിലവാരം കുറഞ്ഞതായിരിക്കാം. Sometimes it may be having a very high status, or sometimes it may be lacking some status. അതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. അതിലുപരിയായി ആരാണ് ഈ ജോലി എന്നെ ഏൽപ്പിച്ചു, അതിലാണ് പ്രത്യേകത. Just don't matter about these type of things. Just be obedient to the work assigned to God by looking at who has given this work to you. ആ ജോലിക്കല്ല പ്രത്യേകത, ആ ജോലി ആരെന്നെ ഏൽപ്പിച്ചു എന്നുള്ളതാണ് വളരെ പ്രത്യേകതയുള്ളത്. Specialty is not on the case of the type of job, but its specialty depends upon who assigned you. എനിക്ക് പ്രസംഗിക്കാൻ വേണ്ടി മാത്രമാണ് ഇഷ്ടം എന്ന് വേണമെങ്കിൽ ഒരാൾക്ക് പറയാം. A person can say that I just like preaching. പാടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വലിയ ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. We can say that I am only interested in singing. വേണമെങ്കിൽ ഒത്തിരി പേർ ശ്രദ്ധിക്കുന്ന നിലവാരമുള്ള ഒരു ജോലിയാണ് എനിക്ക് ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. Sometimes we can say that I just like to be a person or to do some work which is having a very fame in its own. പാടില്ല. ഒരുപക്ഷെ ഒരു രോഗിയെ
ദൈവസന്നിധിയിൽ എത്തിക്കുകയായിരിക്കാം നിങ്ങളുടെ ജോലി. നിങ്ങൾ വിശ്വസ്തയോടെ ചെയ്യണം. ഒരാൾക്കൊരു പക്ഷേ ഒരു സഹായം ചെയ്യുകയായിരിക്കാം നിങ്ങളുടെ ജോലി. നിങ്ങളത് വിശ്വസ്തയോടെ ചെയ്യണം. ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട് ഏത് വർക്കിലാണെങ്കിലും സന്തോഷത്തോടെ ചെയ്യാൻ നിങ്ങൾ റെഡിയാകണം. Sometimes the purpose given to you may be to introduce about Christ for the healing of a person or to help somebody, but you have to obey it. ആരാണോ നമുക്ക് ജോലി ഏൽപ്പിക്കുന്നത് പ്രതിഫലം തരുന്നതും ആ വ്യക്തിയാണ്. The person who appoints you will be giving the returns to you. നമുക്ക് മനുഷ്യൻ തരുന്നത് പോലെ അല്ല ദൈവം തരുന്ന പ്രതിഫലം. The returns given by God is not like of that human beings give to us. അത് വലിയ നിലവാരമുള്ള പ്രതിഫലമാണ് ദൈവം നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്. The returns that God gives to us have a great status. അതുകൊണ്ട് ആ പ്രതിഫലത്തിന് വേണ്ടിയിട്ട് ദൈവം ഏൽപ്പിക്കുന്ന ജോലി നമ്മൾ വിശ്വസ്തയോടെ ചെയ്യണം. So that for that return, we have to obey and do the work that is being assigned by Him. അവർ ആ കഴുതയെയും ആ കുട്ടിയെയും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടെത്തിച്ചു. They brought that ass and her child to Jesus. ആകയാൽ ആ കഴുതയും കുഞ്ഞിനെയും അയൽഗ്രാമത്തിൽ കൊണ്ടുവരുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. Therefore, to bring that ass and that child is not an easy thing, it is somewhat difficult. ഒത്തിരി പേര് ചോദിച്ചു, എന്തിനാ ഈ കഴുത, എവിടെ കൊണ്ടുപോകുന്നു എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം പറയേണ്ടി വന്നു. A lot of people questioned them, and they were in such a situation that they need to answer to a lot of people. ഒരു കുതിരയെ കൊണ്ടുപോയിരുന്നെങ്കിൽ വലിയ മാന്യതയായിരുന്നു. If they were asked to bring a horse, it was considered as a good status for them. ഈ കഴുതയെ കൊണ്ടുപോയപ്പോൾ ഒരു പുച്ഛത്തോടെയാണ് പലരും ശിഷ്യന്മാരെ നോക്കിയത്. When they brought the ass, they had to experience a lot of shame from the society. പക്ഷെങ്കിലും ശിഷ്യന്മാർക്ക് അതൊരു ഷെയിമായി തോന്നിയില്ല. But the disciples of Jesus didn't felt it as a shame. ഞങ്ങൾ യേശുവിനെ അനുസരിക്കുകയാണ്. We are obeying Jesus. ഞങ്ങൾ യേശുവിൻ്റെ ശുശ്രൂഷയിൽ കൂട്ടാളികളായിരിക്കുകയാണ്. We are the participants of Jesus Christ in the services that He has ഞങ്ങൾ assigned. ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ വാക്കുകൾ ഏറ്റെടുക്കുന്നത്. We are obeying these words for the expansion of the kingdom of God. ദൈവരാജ്യത്തിൻ്റെ വിശാലതയെക്കുറിച്ചുള്ള എരിവിനാൽ ആ ക്ഷയം അവർക്ക് ക്ഷയമായി തോന്നിയില്ല. As they were committed, greatly committed to the expansion of the kingdom of God, they didn't feel the shame. അല്പസമയം കഴിഞ്ഞപ്പോൾ ഈ ചോദിച്ചവർ തന്നെ ആ കഴുതയെ അംഗീകരിക്കാൻ തുടങ്ങി. After a little time, those people who was questioning them started to accepting that ass. യേശു കർത്താവ് കഴുതപ്പുറത്ത് കയറി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ വഴിയിൽ അവർ വില കൂടിയ വസ്ത്രങ്ങൾ വിരിക്കാൻ തുടങ്ങി. When Jesus started traveling on that ass, these people started to lay clothes on the way. ഒലിവിൻ്റെ ചില്ലകൾ ഇട്ട് അതിനെ ഹോശന്ന പാടി അംഗീകരിച്ചു. There they laid the branches of olive and sung Hosanna to praise God. ആര് നിന്ദിച്ചോ അതേ വായി കൊണ്ട് തന്നെ അല്പസമയത്തിനകം അതിനെ പുകഴ്ത്താൻ തുടങ്ങി. There came praise from the mouths of the same people who was teasing them and making or encouraging shameful situation in the past. നിങ്ങൾ ഓരോരുത്തരിലും ഇത് തന്നെ. നിങ്ങളിപ്പോൾ നിന്നെ അനുഭവിക്കുന്നെങ്കിൽ അല്പസമയത്തിനകം വെച്ച് നിങ്ങൾ മാന്യതയിലേക്ക് എത്തും. Your life is also experiencing the same as it is read here. If somebody is making you fun, then they will be saying good words about you. സ്വർഗത്തിലെ കർത്താവ് നിങ്ങൾ അതിനായി വേർതിരിക്കും. God will give you the chance for that. ദൈവം നിങ്ങളെ അംഗീകരിക്കും. God will accept you. ദൈവം നിങ്ങളെ സഹായിക്കും. God will help you. ദൈവം നിങ്ങളുടെ നിന്ദയെ മാറ്റും. God can remove all the ദൈവനാമത്തിൽ shame. നിങ്ങൾ ചെയ്യുന്നതിന് പ്രതിഫലം ദൈവം തരും. There is returns for all those things that you do for the glory of God. ഒരുപക്ഷെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ഒരു കൂട്ടായ്മയ്ക്ക് പോയതായിരിക്കാം നിങ്ങളുടെ കുറവ്. Sometimes the less feeling that you are experiencing right now is to obey God and to participate that He has given. ഒരുപക്ഷെ ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ജോലി ചെയ്തതായിരിക്കാം ഒരുപക്ഷെ പരിഹാസത്തിന് കാരണമായത്. Sometimes the reason for the fun that you are experiencing or teasing that
you are experiencing maybe the obedience that you have given to God. ദൈവനാമ മഹിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിച്ചതായിരിക്കാം ചിലരുടെ നിന്ന വാക്കുകൾക്ക് കാരണമായി തീർന്നത്. The work that you have done for the glory of God may have resulted in a bad image on your life. ചഞ്ചലിച്ചു പോകരുത്, നിങ്ങളുടെ അടിസ്ഥാനത്തെ ദൈവം ഉറപ്പിക്കുകയാണ്. Don't be shaken. God is fixing your basement. അനേകർ പിന്മാറ്റത്തിൽ പോകുമ്പോൾ അതിലേക്ക് പോകാതെ ദൈവം നിങ്ങളെ ഉറപ്പിക്കുന്ന സമയങ്ങളാണ്. When many people are getting far away from God, God is making you closer to Him. അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. For that, may God bless you. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. ഞങ്ങൾ അധികമായി സ്നേഹിക്കും പരിപാലിക്കും നല്ല ദൈവമേ, നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുപാദപീഠത്തിൽ കടന്നു വന്ന് ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, ഈ സമയങ്ങളിൽ ദിവസങ്ങളിൽ സ്വർഗത്തിലെ കർത്താവിൻ്റെ സ്നേഹം എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും അങ്ങ് വ്യാപരിച്ചു കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അനുഗ്രഹങ്ങൾ പകരട്ടെ. ഇപ്പോൾ തന്നെ ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്നത് മുഖാന്തരം, ദൈവത്തെ അനുസരിക്കുന്നത് മുഖാന്തരം, ദൈവവചനം ഏറ്റെടുക്കുന്നത് മുഖാന്തരം, ദൈവം പറയുന്ന കാര്യാദികൾ വിശ്വസ്തയോടെ ചെയ്യുന്നത് മുഖാന്തരം ചിലരുടെ മേലൊരു പുതിയ അനുഗ്രഹം വ്യാപരിക്കട്ടെ, ഒരു പുതുബലം ലഭിക്കട്ടെ. നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും മധ്യത്തിൽ അവർ മുന്നേറുവാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് സകല പേരെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ നാമത്തെ ഞാൻ ഇവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ബലത്തോടെ ആയിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ആമേൻ. Oh Lord, our Heavenly Father, we thank you for this great opportunity that you have given us to learn some great points, some great things from your scriptures, Lord. Lord, thank you for talking to us, talking to our personal lives, to make some changes in what all shame that we are experiencing in our mind from our society, from our friends, from our relatives. Lord, today you have given the truth, or you have revealed the truth, that even if the people who are making shame right now will be praising God and will be saying good words about us, when we exalt our obedience to God, when we express our gratitude to God for the purpose that you have given to us, Lord. Lord, let it be a reality in a lot of people tonight who all are hearing us. Lord, there will be a great breakthrough, there will be a great blessing in the lives. Thank you for hearing our prayer. In Jesus' name, amen.